ഇപ്പം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേവലം ലഹരിയിൽ മാത്രം ഒതുക്കേണ്ട കാര്യങ്ങളല്ല. ഒട്ടനേകം പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് വരാം. പക്ഷേ ലഹരിക്കെതിരെ ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെയുള്ളത്. അതിൻ്റെ ഭാഗമായി കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളെടുത്താൽ ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ മയക്കുമരുന്ന് സംഭരണവും വിതരണത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ഒരു ഡി ഹണ്ട് എന്നൊരു പ്രത്യേക ഡ്രൈവ് പോലീസ് നടത്തിയിരുന്നു. ഈ ഡ്രൈവിൻ്റെ ഭാഗമായി 17,246 പേരെ പരിശോധിക്കാൻ കഴിഞ്ഞു. അതിൽ വിവിധ തരത്തിലുള്ള മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 2,762 കേസ്, 2,854 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് MDMA 1.312 കിലോഗ്രാം, കഞ്ചാവ് 153.56 കിലോഗ്രാം, ഹാഷിഷ് ഓയിൽ 18.15 ഗ്രാം, ബ്രൗൺ ഷുഗർ 1.855 ഗ്രാം, ഹെറോയിൻ 13.06 ഗ്രാം, വിവിധ ഇനം മയക്കുമരുന്ന് ഗുളികകൾ, ഇതെല്ലാം ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. സർ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു ആൻറ്റി നർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചുമതല അഡീഷണൽ ഡയറക്ടർ ജനറലിനാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് അതിൻ്റെ ചുമതല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൺട്രോൾ റൂം 24 മണിക്കൂർ നേരവും പ്രവർത്തിക്കും. ഒരു നമ്പർ ഇതിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്: 94 97 92 77 97. ഈ നമ്പറിലേക്ക് നൽകുന്ന എല്ലാ സന്ദേശങ്ങളും രഹസ്യമായി സൂക്ഷിക്കുക. അപ്പോൾ പൊതുജനങ്ങൾക്ക് മയക്കുമരുന്ന് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഈ സംവിധാനം വഴി അറിയിക്കാനാവും. സർ, ഈ കേസുമായി ബന്ധപ്പെട്ട NDPS കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ 2024 ഡിസംബർ 31 വരെ, അതായത് ഈ സർക്കാരിൻ്റെ കാലത്ത് 2021 ശേഷം 87,702 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 87,389 കേസുകളിൽ 94,886 പേരെ പ്രതി ചേർത്തു. 93,599 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ 8 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചല്ലോ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം 2016 മുതൽ 21 വരെ 37,340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 37,228 കേസുകളിലായി 41,567 പേരെയാണ് പ്രതി ചേർത്തത്. 41,378 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു പ്രശ്നം ശരിയാണ്. ഈ മയക്കുമരുന്ന്, ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്, അതിന് നമ്മുടെ സംസ്ഥാനം വിട്ട് രാജ്യബന്ധം, അന്താരാഷ്ട്ര ബന്ധം ഒക്കെയാണല്ലോ ഇതിനുണ്ടാകുന്നത്. അതിൻ്റെ യഥാർത്ഥ സോഴ്സിലേക്ക് എത്തിച്ചേരാൻ ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി ഹൈദരാബാദിലെ വൻകിട മയക്കുമരുന്ന് നിർമ്മാണശാല നടത്തുന്ന വ്യക്തി, അദ്ദേഹം ഒരു വെങ്കിട നരസിംഹ രാജുവാണ്. അദ്ദേഹത്തെ തൃശ്ശൂർ സിറ്റി പോലീസ് ഹൈദരാബാദിൽ പോയി അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ മയക്കുമരുന്ന് ശൃംഖലയ്ക്കെതിരെ
നമ്മുടെ കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ നടത്തുന്ന പ്രവർത്തനം വളരെ ശ്ലാഘനീയമായതാണെന്നാണ് ഇത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നിരക്ക്, കൺവിക്ഷൻ റേറ്റ് 98.19%. ദേശീയ ശരാശരി 78.1. നമ്മളെ തൊട്ട സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ തെലുങ്കാന 25.6%, ആന്ധ്രാപ്രദേശ് 25.4%. ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ രാജ്യസഭയിൽ നൽകിയൊരു മറുപടിയിൽ വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് കേരളത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ സർക്കാരും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. സർ, കേരളത്തിൽ 2024 NDPS കേസുകളിൽ 4474 പേരെ ശിക്ഷിച്ചു. വെറുതെ വിട്ടത് 161 പേരെ മാത്രമാണ്. 2003 4998 പേരെ ശിക്ഷിച്ചു. 100 പേരെ മാത്രമാണ് വെറുതെ വിട്ടത്. ഇപ്പോൾ മയക്കുമരുന്ന് കേസുകളിൽ സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ 2024 അറസ്റ്റ് ചെയ്തത് 24,517 പേരെയാണ്. ചില സംസ്ഥാനങ്ങളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ പഞ്ചാബിനെ എടുത്താൽ അവിടെ ഇതേ ഘട്ടത്തിൽ 9,734 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വിമുക്തി ഡി അഡിക്ഷൻ പരിപാടി ഫലപ്രദമായി നടത്തുന്നൊരു പരിപാടിയാണത്. നമ്മൾ കാണേണ്ടത് 1,36,500 പേരെ ഔട്ട് പേഷ്യൻ്റായും 11,078 പേരെ ഇൻപേഷ്യൻ്റായും ചികിത്സിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാര്യക്ഷമമായാണ് ഈ പരിപാടി നടന്നു വരുന്നത്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നല്ല രീതിയിൽ ശക്തിപ്പെടുത്തി പോവുകയും ചെയ്യാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ 2025 ഫെബ്രുവരി 10 പ്രസിദ്ധീകരിച്ച കണക്കുണ്ട്. അതുപ്രകാരം 2024 25,000 കോടി വിലമതിപ്പുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്തു. ഇത് 2023 16,700 കോടിയായിരുന്നു. ഇപ്പോൾ ദേശീയ തലത്തിൽ ഒരു വർഷക്കാലയളവിൽ 55% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കേരളത്തിൽ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ മൂല്യം 100 കോടിക്ക് താഴെയാണ്. താരതമ്യേന ഇത് കുറവാണ്. എന്നാൽ ശിക്ഷാ നിരക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്നതാണ്. അപ്പോൾ ഇതെല്ലാം സംസാരിക്കുന്ന കണക്കുകളാണ്. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ കാര്യക്ഷമതയാണ് ഇത് കാണിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും 2011 24 കോടി ആളുകൾ ലഹരി ഉപയോഗിച്ചിരുന്നു. 2021 അത് 296 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. 10 വർഷങ്ങളുള്ള വർധനമാണ്, 24 നിന്ന് 296. അപ്പോൾ ആഗോളതലത്തിൽ തന്നെ വലിയ വർധനവ് ഉണ്ടാകുന്നു എന്നാണിത് കാണിക്കുന്നത്. ഇവിടെ എക്സൈസ് വെറും ലാത്തിയുമായിട്ട് മാത്രം നടക്കുകയാണ്, അവർക്ക് വേണ്ടത്ര ആയുധങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊരു ഭാഗം പറയുകയുണ്ടായി. എക്സൈസിന് 9mm ഓട്ടോ പിസ്റ്റൽ തോക്കുകൾ 83 എണ്ണം സർക്കാർ നൽകിയിട്ടുണ്ട്. എമ്യൂണിഷൻ 5,400 എണ്ണം. കൽക്കത്ത ഇഷാപൂർ റൈഫിൾ ഫാക്ടറിയിൽ നിന്ന് 60 ലക്ഷം രൂപ ചെലവിലാണ്
കാര്യങ്ങൾ വാങ്ങി വിതരണം ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും പിസ്റ്റളോ റിവോൾവറോ ഉറപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ 66 മഹീന്ദ്ര ബൊലേറോ വാഹനങ്ങൾ എക്സൈസിന് ലഭ്യമാക്കിയിട്ടുണ്ട്. ചെക്ക് പോസ്റ്റ് ആധുനികവൽക്കരിക്കുന്നതിന് CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാ ചെക്ക് പോസ്റ്റിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൈബർ സെല്ലിനെ നവീകരിക്കാൻ CDR അനലൈസറുകൾ എല്ലാ ഡിവിഷനുകൾക്കും ലഭ്യമാക്കി. മൊബൈൽ ഫോറൻസിക് സോഫ്റ്റ്വെയർ ലഭ്യമാക്കി. അങ്ങനെയുള്ള ഒട്ടേറെ നടപടികൾ ഈ കൂട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ സംസാരിക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ വന്നതിനെ കുറിച്ചടക്കം പറയുകയുണ്ടായല്ലോ. സർ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണ്ടേ? അത് ഒരു മദ്യവ്യാപനമായിട്ടാണോ കാണേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയല്ലേ അതിൽ കാണാൻ നമുക്ക് കഴിയേണ്ടത്? എന്തിനാണ് അതിനെ ആ തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്തിൽ കാസർഗോഡ് നമ്മുടെ അത്ര വലിയ വികസിച്ച ഒരു നാടല്ലല്ലോ. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ പോയാൽ 3 5 സ്റ്റാർ ഹോട്ടൽ അവിടെയുണ്ട്. ഇല്ലേ? ഇത് അല്ല, ഇത് കുന്നിൻ്റെ അല്ല, ഉദുമയല്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു പ്രധാന കേന്ദ്രം, ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ ഇനിയും വരികയാണ് കേട്ടോ, ഇനിയും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വളർച്ച നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. അതിന് നമ്മൾ അഭിമാനത്തോടെയല്ലേ കാണേണ്ടത്. അതിലെന്തോ ഒരു വല്ലാത്ത ഒരു അപകടം ദർശിക്കുന്ന മട്ടിലായിപ്പോയി അവതരണം. യഥാർത്ഥത്തിൽ ലഹരി നടപടികളുടെ കാര്യത്തിൽ അത് തടയാനുള്ള നടപടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. ഇവിടെ അതോടൊപ്പം റാഗിങ്ങിൻ്റെ കാര്യം പറയുകയുണ്ടായി. റാഗിങ് ഇടയ്ക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന് നമ്മളെല്ലാവരും ആശ്വസിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ ആൻറ്റി റാഗിങ് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതിനോട് പൊതുവേ യോജിപ്പ് തന്നെയാണുള്ളത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചയും നടപടികളും സ്വീകരിക്കുക തന്നെ ചെയ്യണം. ഈ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. അദ്ദേഹം പറഞ്ഞതിന് പറയേണ്ടതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. SFI സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്ത് അവരെ നിങ്ങൾ ഇതേ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതായിട്ട് കണ്ടത്. ശരിയാണത്, ഞാനത് പറഞ്ഞത് തന്നെയാണ്. എന്താ ഞാനത് പറഞ്ഞതിന് കാരണം? സർ, നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് SFIക്കാണ് അവരുടെ സഹപ്രവർത്തകരുടെ വലിയ തോതിലുള്ള വിയോഗം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് എതിർ സംഘടനകളിൽപ്പെട്ടവർ കൊല ചെയ്തതാണ്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട 35 സഖാക്കൾ, അതിൽ പ്രമേയ അവതാരകൻ മനസ്സിലാക്കേണ്ടത് അതിൽ 13 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയമായി നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളെ സംഘടനയിൽപ്പെട്ടവരാണ്. ഇവിടെ ഒരു സംഭവം കാണേണ്ടത്, ഏറ്റവും ഒടുവിലുണ്ടായ
ആ ധീരജ് സംഭവം, ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അതിനൊന്നുമുള്ളൊരു വേദിയാക്കിയിട്ട് ഞാനിതിനെ മാറ്റുന്നില്ല. പക്ഷേ ആ സംഭവം കഴിഞ്ഞപ്പോൾ ആ സംഭവം നടത്തിയ ആളുകളെക്കുറിച്ച് നേരിയ തോതിലെങ്കിലും ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുണ്ടായി. എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന നേതാവിനെയല്ലേ അങ്ങയോടൊപ്പം കണ്ടത്? അങ്ങ് പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല, പക്ഷേ പറഞ്ഞില്ലേ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ. അത്തരം ഒരു സമീപനാണോ സ്വീകരിക്കേണ്ടത്? അതുപോട്ടെ, ഞാൻ പറയാനിടയായത് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും 35 സഖാക്കൾ ജീവൻ വെടിയേണ്ടി വന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച SFIയുടെ ഭാഗത്ത് നിന്ന് SFI ആക്രമണം നടത്തിയതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരാളുടെ ജീവൻ കലാലയത്തിൽ വെടിഞ്ഞുവെന്ന്, അങ്ങനെ ഉണ്ടായി എന്ന് ഒരു സംഭവവും പറയാനില്ല. അതാണ് പ്രത്യേകത. അതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വലിയ സഹനശക്തിയുള്ളവരാണ്, അതാണത് കാണിക്കുന്നത്. അപ്പോൾ ആ രീതി നിങ്ങൾ തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മയക്കുമരുന്നുമായി ബന്ധമുള്ള പോലീസിലെ ചിലരെ സംബന്ധിച്ച് നേരത്തെ ചില വാർത്തകൾ വരികയും അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും സർക്കാർ എന്ന നിലക്ക് കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ ബഹുമാന്യായ മുനീർ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വികാരപരമായി തന്നെ അവതരിപ്പിച്ചു. ആ വികാരത്തോടൊപ്പം തന്നെയാണ് സർക്കാരും ഈ കേരളീയ സമൂഹവും നിൽക്കുന്നത്. ഒരു വ്യത്യാസവും ആർക്കും അതിലില്ല. അതിൽ DJ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു, മറ്റ് നടപടികളെക്കുറിച്ച് പറഞ്ഞു. കേസിൻ്റെ അന്വേഷണവും കാര്യങ്ങളും പോലീസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ നമ്മൾ ഇന്നയാളാണ് പ്രതിയെന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ട. അന്വേഷണത്തിൻ്റെ ഭാഗമായി ശരിയായ പ്രതികളെ കണ്ടെത്തുന്ന നില സ്വീകരിച്ചു പോകാം. അതാണ് അതിൽ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഈ നേച്ചർ ഓഫ് വയലൻസ് മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൗരവമായി നാം പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ കുട്ടികളിൽ വലിയ തോതിൽ അക്രമോത്സുകത വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മളൊരു വർത്തമാനത്തിൽ തീർക്കേണ്ട ഒന്നല്ല, വിശദമായ അപഗ്രഥനം വേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടാനാവുക എന്നത്. ഇപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനെ നല്ല ഗൗരവത്തോടെ തന്നെ നാം പൊതുവെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങൾ ഉള്ളതുകൂടിയാണ് ഈ സംഭവം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 3-4 സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ കുറ്റകൃത്യങ്ങളെന്ന നിലക്കുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടിയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടുള്ള പോലീസ് നടപടികൾ അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പലതും സാധാരണ പോലീസിങ്ങിൻ്റെ പരിധിക്ക് പുറത്തുള്ളതാണ് എന്നതും കാണാൻ നമുക്ക് കഴിയും. ഇതിനെ ഒറ്റപ്പെട്ട് പരിശോധിക്കേണ്ട
ഒരു ഏകമുഖമായ കാര്യമായിട്ടല്ല കാണേണ്ടത്. പല മുഖങ്ങളും പല തലങ്ങളുമുള്ള ഒരു വിഷയമാണിത്. അപ്പം നാം കാണേണ്ടത്, ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു, ഈ ചർച്ചയോടെ ഇത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല ഇത്. അപ്പം അതീവ ഗൗരവമുള്ള ഒരു വിഷയം ആയി സർക്കാർ ഇതിനെ കാണുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടും നടപടികളും വേണം. ഒരു ഭാഗം നിയമ നടപടിയാണ്, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമ നടപടികൾ. അത് ഫലപ്രദമായി തന്നെ സർക്കാർ കൈക്കൊള്ളും. പക്ഷേ നാം കാണേണ്ടത്, ഇതൊരു കേവലമായ ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്താണ്. അതായത് സാമൂഹിക മാനമുള്ള അതിഗൗരവമായ വിഷയമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിനിഷ്ഠമായ തലത്തിലേക്കോ രാഷ്ട്രീയ തലത്തിലേക്കോ ഇതിനെ ചുരുക്കി കാണാൻ പാടില്ല. നാം കാണേണ്ട ഒരു കാര്യം, കുട്ടികളിലുണ്ടാകുന്ന ആക്രമോത്സുകത ലോകമാകെ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിത്. ഇപ്പം അമേരിക്കയിലെ കൊളറാഡോയിൽ കൊളംബിയ ഹൈസ്കൂളിൽ ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥി 1999 12 സഹപാഠികളെയും ഒരു ടീച്ചറെയും വെടിവെച്ച് കൊന്നത്. 21 കുട്ടികൾക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ്ട് അതുമുതൽക്കിങ്ങോട്ട് ഈ സ്വഭാവത്തിലുള്ള ആക്രമണങ്ങളും ഇതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നതും ആ ചർച്ച ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2007 ഏപ്രിലിലാണ് വെർജീനിയയിലെ ബ്ലക്സ്ബറിയിലും ഏകദേശം ഇതിന് തുല്യമായ സംഭവം ഉണ്ടായത്. അതിനുശേഷം ന്യൂ ടൗൺ, ടെക്സാസ്, ഫ്ലോറിഡ, റെഡ് ലേക്ക്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കുട്ടികളെ കൊല്ലുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൽ ചിലയിടത്ത് 1-2 പേര്, മുതിർന്ന 1-2 പേര് വന്ന് വെടിവെച്ച സംഭവം ഉണ്ടായി. പക്ഷേ പല സ്കൂളിലും വിദ്യാർത്ഥികൾ തന്നെയാണ് കഠാരയും തോക്കുകളും ഉപയോഗിച്ച് സഹപാഠികളെ കൊന്നത്. അവിടെയെല്ലാം 28, 22, 17 ഒക്കെ കുട്ടികളാണ് പടഞ്ഞു വീണ് മരിച്ചത്. ഇങ്ങനെയൊരു തുടർ പരമ്പര ഉണ്ടായപ്പോഴാണ് ലോകമാകെ ഉയർന്നുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്തു. ലോകം തന്നെ ഇത് ചർച്ചക്കെടുത്തു. ഐക്യരാഷ്ട്രസഭ പോലും ഒരു ആഗോള പ്രതിഭാസമായി കുട്ടികളുടെ അക്രമോപാസന പടരുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠ രേഖപ്പെടുന്ന നിലയിലേക്ക് എത്തി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു എന്നത് കേരളത്തിൽ ഇതുണ്ടാകുന്നതിനുള്ള ന്യായീകരണമല്ല. പക്ഷേ ഒന്ന് നാം കാണണം, കേരളവും ലോകത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ സവിശേഷമായ ഒരു സംസ്കാരം നമ്മുടെ നാടിനുണ്ട്, ജീവിത സാഹചര്യമുണ്ട്. അതിന് നിരക്കുന്നത് മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ. അതിന് നിരക്കുന്നതല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നാം ഗൗരവമായി കാണണം. നമ്മുടെ ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥമാണിന്ന്. അതാണൊരു പ്രത്യേകത. ഒരു കാര്യം ചിലപ്പോൾ എൻ്റെ വീക്ഷണത്തിൽ നിങ്ങൾ ചിലർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയെന്ന് വരും. മുതലാളിത്തവും ആധുനിക മുതലാളിത്തവും അതിൻ്റെ ഭാഗമായി വന്ന പുതിയ കമ്പോള വ്യവസ്ഥയും അതിൻ്റെ എല്ലാം ഭാഗമായി ഉയർന്നു വന്ന അതിതീവ്ര മത്സരാധിഷ്ഠിത ജീവിതവും കുട്ടികളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ്.
വലിയ തോതിലുള്ള അസ്വസ്ഥത കുട്ടികളിൽ വരികയാണ്. എല്ലായിടത്തും കടുത്ത മത്സരമാണ്. എൻട്രൻസിന് മത്സരം, ഇൻ്റർവ്യൂവിന് മത്സരം, തൊഴിൽ കിട്ടാൻ മത്സരം, തൊഴിലിൽ പിടിച്ചു നിൽക്കാൻ മത്സരം, സഹോദരങ്ങൾ തമ്മിൽ മത്സരം, ഇങ്ങനെ എവിടെയും മത്സരം. ഇതിൻ്റെ ഭാഗമായി ഈ മത്സരത്തിൻ്റെ അന്തരീക്ഷം കുട്ടിയിലുണ്ടാക്കുന്നത് എന്താ? ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ ജയിക്കാനാവും. അത്തരമൊരു ചിന്ത കുട്ടികളിൽ വളരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ തെറ്റായ രീതിയിൽ നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ, ഈ സഹോദരങ്ങളും സഹപാഠികളും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞു വന്നൊരു തോന്നലെനിക്ക്. അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോൾ ഒപ്പമുള്ളവൻ ശത്രുവാണോ എന്നൊരു ബോധത്തിലേക്ക് കുട്ടി മാറുന്നു. അപ്പോൾ ആഗോളവൽക്കരണ സമ്പദ്ഘടനയും അതുണ്ടാക്കുന്ന കമ്പോള മത്സരങ്ങളും യുവമനസ്സുകളിൽ ഒപ്പമുള്ളവർ ശത്രുക്കളെന്ന ചിന്തയാണ് വളർത്തുന്നത്. അപ്പോൾ പുതിയ തലമുറയുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അജ്ഞാതനായ ശത്രുവിനോട് പകവീട്ടാനുള്ള ഒരവസരവും കളയരുത്. ആ ശത്രു കൂടെയുള്ളവർ തന്നെയാവാം. ഇത്തരമൊരു ചിന്ത കുട്ടികളിലെ അരക്ഷിതാവസ്ഥ വളരുന്നതിനിടയാക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ സാഹചര്യങ്ങൾ, ബാല്യത്തിലുണ്ടാകുന്ന ഒറ്റപ്പെടലുകൾ, ഇത് കുട്ടികൾക്ക് മണ്ണിനോടോ പ്രകൃതിയോടോ സഹജാതരോടോ സ്നേഹമുണ്ടാക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നു. സഹജീവി സ്നേഹം അതുതന്നെ ഇല്ലാതായി പോകും. ഓരോ പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കുട്ടി കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അത് കുട്ടിയുടെ ബാല്യം. അപ്പോൾ സകലം പഠിപ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം, കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം, ആ ഘട്ടത്തിലൊന്നും കുട്ടിക്കതിന് കഴിയുന്നില്ല. കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് എല്ലാവർക്കും, സമൂഹത്തിനാകെ. ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ഒരു തരം അടഞ്ഞ മനസ്സ്, എല്ലാം പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി, ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് കഴിയുക. ഇനി വീട്ടിലെത്തിയാലോ? എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല. അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ. സ്വകാര്യ ലോകം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ TV സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. അപ്പോൾ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇപ്പം ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടി എന്താകുന്നു? കുട്ടി തൻ്റേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറുന്നു, കുട്ടിക്ക് വരുന്നു. അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ
ശത്രുക്കളായി മാറുന്ന അവസ്ഥ വരുന്നു. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷനും ഇന്നത്തെ കാലത്ത് പ്രധാനമാണ്. ഇതൊക്കെ വന്ന് ഭവിക്കുന്ന കാര്യങ്ങളാണ് നാം കാണേണ്ടത്. നമ്മളൊന്നിനും ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കുകയല്ല. ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ എങ്ങനെയൊക്കെ വളർന്നു എന്നുള്ളത് അവതരിപ്പിക്കുക മാത്രമാണ്. വേറൊന്ന് ഇവിടെ ശരിയായ രൂപത്തിൽ പറയുകയുണ്ടായി, സിനിമകളുടെ കാര്യം, സീരിയലുകളുടെ കാര്യം. അത് വലിയ തോതിലുള്ള ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കുകയാണ്. പോലീസിൻ്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ, ഏതോ ഒരു സിനിമയിൽ ഒരു നടൻ വന്നിട്ട് അപ്പോൾ എടാ മോനെ എന്നാണ് ഈ കുട്ടികളെ വിളിക്കുന്നത്. പിന്നെ അയാളൊരു റൗഡിയാണ്, കുട്ടികളെ അത് കണ്ടിട്ട് കുട്ടികൾ ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. കണ്ടില്ല എന്നുള്ളതല്ല, ഇങ്ങനൊരു അവസ്ഥയുണ്ട് എന്നർത്ഥം. ആ സിനിമ ഞാൻ കാണാൻ റെഡിയായിരുന്നു, ഒരു ഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ്. ഇവിടെ ശരിയായ രീതിയിൽ പറഞ്ഞു, ഈ വയലൻസ് ഒരു ആഘോഷിക്കപ്പെടുന്ന നില, ഇത് സ്വാഭാവികമായും പരിശോധിക്കാനാവണം. പരിശോധിക്കേണ്ടത് സെൻസർ ബോർഡാണ്. അവരെന്താ പരിശോധിക്കുന്നത് നമുക്കറിയില്ല. ഏതായാലും നമ്മളാ കാര്യം ഉയർന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടം എത്തിയെന്നാണ് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ അക്രമവും കൊലയും നടത്തുന്ന ആൾ ഹീറോ എന്നൊരു നില, അത് ഒരു തരം ഹീറോ വർഷിപ്പ്. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും തല്ലി ഒതുക്കലാണ് ഒരു മഹത്വം. അങ്ങനെയാണ് ഞാൻ മാറേണ്ടത് എന്ന് ചിന്തിക്കുന്ന കുട്ടി, ഇങ്ങനെയൊക്കെ മാറുകയാണ് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ ഈ തരത്തിലാകുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. അതിലൊന്ന് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ വന്ന മാറ്റങ്ങൾ, രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൽ വരുന്ന മാറ്റങ്ങൾ, പിന്നെ ധൂർത്ത്, അത്തരം ജീവിത രീതികളോടുള്ള ആസക്തി, സന്തോഷം എവിടെയുണ്ടോ അതൊക്കെ സ്വന്തമാക്കണം എന്ന ചിന്ത കുട്ടിക്ക്. ഇതെല്ലാം പല കാരണങ്ങളാണ്. നമ്മുടെ ഈ ഇല്ലായ്മയുടെ ഭാഗമായിട്ടൊക്കെ വളർന്നു വരുന്നൊരു ശീലം പണ്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് പോയല്ലോ. എല്ലാം പിടിച്ചടക്കണം, എല്ലാം കിട്ടണം, എല്ലാം തൻ്റേതാകണം എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയാണല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ പഴയ കഥയിലേക്ക് പോകും. അപ്പോൾ കഥയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, പോട്ടെ. അല്ല, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഒരു 1-2 ഷർട്ടേ ഉണ്ടാവും. അപ്പോൾ അന്നത് വേറെ ഷർട്ട് വേണമെന്ന് തോന്നുന്നില്ലല്ലോ, മറ്റത് നല്ല തോന്നുന്നില്ലല്ലോ. അതിൻ്റെ ചില കഥകളുണ്ട്, ആ കഥകളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല, ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ പഠനം ജീവിതത്തിൽ ഭൗതിക നേട്ടത്തിനുള്ള ഒന്നായി മാത്രം കാണുന്നൊരു നിലയിലേക്ക് വരുന്നില്ലേ? അതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം. ആദ്യം ഒരു മനുഷ്യനാവേണ്ടത് എന്താ? നല്ല മനുഷ്യനാണ്. ആ നല്ല മനുഷ്യനാവുക എന്നതിന് ജീവിത മൂല്യങ്ങൾ, ആ മൂല്യസത്തകൾ നല്ല രീതിയിൽ കുട്ടിയിൽ പകരാൻ പറ്റണം. അതിനുതകുന്ന കവിതകൾ, കഥകൾ, സാഹിത്യകൃതികൾ, ഇതൊക്കെ സിലബസിൻ്റെ ഭാഗമാകണം. ഞാനടക്കം എല്ലാവരും സ്കിൽഡ് തൊഴിലാളിയെ പറ്റി പറയുന്നുണ്ട്, ആ സ്കിൽ വർദ്ധിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ സ്കിൽഡ് മനുഷ്യനെ നമുക്ക് സൃഷ്ടിക്കാനാവണം. മനുഷ്യത്വം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. പഴയ കാലത്ത് സ്കൂളുകളിൽ നല്ല ശമരിയാക്കാരൻ്റെ കഥ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ, ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാവ്യശകലമാണ്, അത് പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കോപം കൊണ്ട് ശപിക്കരുതാരും, അങ്ങനെയെല്ലാമുള്ള കാവ്യശകലങ്ങൾ പാഠങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നല്ലതുപോലെ ഊന്നൽ നൽകണം.
നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം എന്ന ഭാഗം, ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം എന്നൊക്കെയുള്ള ഭാഗം നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. ഇതൊക്കെ എന്താണെന്ന് കുട്ടികൾ അറിയണം, കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന നിലയുണ്ടാവും. അപ്പോൾ ജീവിത മൂല്യ സത്ത കുഞ്ഞുങ്ങളിൽ ഉൾച്ചേർക്കാൻ ഇതൊക്കെ ഉപകരിക്കും. അതോ അങ്ങനെയാണ് അറിവുള്ളവർ എന്നതിനൊപ്പം കനിവുള്ളവർ കൂടിയായ തലമുറയായിട്ട് മാറുക. അതിനാണ് നമ്മൾ പാഠ്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സിലബസ്, കരിക്കുലം, ഇതിലെല്ലാം ജീവിത പാഠങ്ങൾ, മോറൽസ് ഇതൊക്കെ ഇല്ലാതാവുന്നുണ്ടോ? അത് അറിവ് സമ്പാദനത്തിൽ മാത്രമായി പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ? ഇതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ തീരുമാനിക്കേണ്ട, പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പരിശോധിച്ച് തീരുമാനിക്കാൻ ആവണം. അല്ല, നമ്മളടക്കം പങ്കാളിത്തം വഹിച്ചുകൊണ്ട് തീരുമാനിക്കാം, പക്ഷേ ആ തീരുമാനിക്കേണ്ടവർക്കാണല്ലോ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടവർ. നമ്മളിതിലൊന്നും വിദഗ്ധരല്ലല്ലോ. വിദഗ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. അതിൽ നമ്മൾ മാത്രമല്ല, ഇപ്പോൾ നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, മറ്റ് സംഘടനകളുണ്ട്, ആത്മീയ നേതാക്കളുണ്ട്, നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അങ്ങനെ പലരും ഉണ്ടല്ലോ. അവരെല്ലാവരെയും നമുക്കിതിൻ്റെ ഭാഗമാക്കാൻ, എന്നിട്ട് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്തു പോകണമെന്നതിൻ്റെ ഒരു പൊതുവായ രൂപത്തിലേക്ക് നമുക്കെത്താൻ കഴിയും. നമ്മുടെ ലോകം തിന്മയും തെമ്മാടികളും മാത്രമല്ല, നന്മയും നല്ലവരും കൂടി ഉള്ളതാണ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. നന്മയുടെ ഡെവലപ്മെൻറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിനോടൊപ്പം നല്ലതുപോലെ ഉൾച്ചേർക്കാനാവണം. പൂക്കളെ, പൂത്തുമ്പിയെ, ശലഭങ്ങളെയൊക്കെ സ്നേഹിക്കാൻ കുട്ടിയെ പഠിപ്പിക്കണം. പ്രകൃതിയോടുള്ള സ്നേഹം, അതാണ് സഹജാതരോടുള്ള സ്നേഹമായി മാറേണ്ടത്. മയക്കുമരുന്നിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് മാരകമായ വിപത്താണ്, തുടച്ചു നീക്കേണ്ടതാണ്, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കപ്പെടേണ്ടതുമാണ്. ഒരു സംശയമില്ല. നമ്മളതിൽ ഒരു അഡ്വാൻസായിട്ട് പറയാനുള്ളത്, നേരത്തെ നമ്മൾ അതിവിപുലമായൊരു ക്യാമ്പയിൻ നടത്തിയതാണ്. ആ ക്യാമ്പയിൻ തുറന്നു വരുന്നുണ്ട്. എന്നാൽ ഒരു ക്യാമ്പയിൻ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ ധാരകളും ചേർന്നുകൊണ്ട് തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാവരുമായും ആലോചിച്ച് കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ വലിയ തോതിലുള്ള ഒരിടപെടൽ അതിൻ്റെ ഭാഗമായി വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വിദ്യാലയങ്ങളും വേണം. ഇപ്പോൾ വിദ്യാലയങ്ങൾക്ക് പറ്റുന്ന സമയമല്ല, പക്ഷേ വിദ്യാലയങ്ങളെ കൂടി അതിൻ്റെ ഭാഗമാക്കി നമുക്ക് അണിനിരത്താൻ ആവണം. ഇപ്പോൾ മയക്കുമരുന്ന് ഏത് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്? രാസമയക്കുമരുന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല, ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് രാജ്യസഭയിൽ നൽകിയൊരു മറുപടിയുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു തുറമുഖവും ഇല്ല, എല്ലാം കേരളത്തിന് പുറത്തുള്ള തുറമുഖങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ തുറമുഖത്തിൽ ഇറങ്ങിയാൽ ഇവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് മറ്റ് സ്ഥലത്താണ് ഇറക്കുന്നത്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ ഘട്ടത്തിൽ വേണ്ടത് സർക്കാരും സമൂഹവും ആകെ ഒന്നായി നിന്ന് മയക്കുമരുന്ന് എന്ന മാരക വിപത്തിനെ തുടച്ചു നീക്കലാണ്. ഇതിനകത്ത് ഒരുമിയേ വേണ്ടു. ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും, കക്ഷി രാഷ്ട്രീയത്തിൻ്റേതായ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകേണ്ടതായിട്ടില്ല. സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാം. അത് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുന്നതിന് എപ്പോഴും സർക്കാർ സന്നദ്ധമായിരിക്കും. കാരണം ഇതിലൊന്നും ഒന്നും മറച്ചു വെക്കാനില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ പലർക്കും മയക്കുമരുന്ന് കൈമാറുന്ന ഇടങ്ങളറിയാം. അപ്പോൾ അവരിൽ പലരും പോലീസിനോ എക്സൈസിനോ വിവരം കൈമാറുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അതിന് ഭയം തങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാലോ എന്നാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു നമ്പർ, ആ നമ്പറിലേക്ക് കൊടുത്താൽ മതി മെസ്സേജ്. പോലീസ് സ്റ്റേഷനിൽ പോയി പറയണ്ട, ഉടനെ നടപടികൾ അതിൻ്റെ ഭാഗമായി സ്വീകരിച്ചു കൂട്ടും. കുട്ടികൾ
അരുതാത്ത വഴിക്ക് നീങ്ങുന്നില്ല എന്ന ഉറപ്പുണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ്. അത് കുടുംബത്തിൻ്റെയും പോലീസിൻ്റെയും മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ കാണണം. കുടുംബം അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സ്കൂളിൽ നല്ല ശ്രദ്ധ വേണം. അതിന് പുറമെ സമൂഹവും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ പോലീസ്, തദ്ദേശഭരണ സ്ഥാപനം, രക്ഷാകർതൃ സമിതി, അധ്യാപകർ, തദ്ദേശഭരണ പ്രതിനിധികൾ, ഇങ്ങനെയെല്ലാമുള്ള ചില സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ആരൊക്കെ വേണമെന്നുള്ളത് നമുക്ക് പിന്നീട് നിശ്ചയിക്കാം. അങ്ങനെ ചില ഗ്രൂപ്പുകൾ ഉണ്ടാവണം. ഓരോ മാസവും ജനവാസ മേഖലകളിൽ ഈ വിഷയം മുൻനിർത്തി പോലീസും റെസിഡൻസ് അസോസിയേഷനുകളും കൂടിയുള്ള യോഗങ്ങൾ ചേരണം. സ്കൂളുകളിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകൾ നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ മയക്കുമരുന്ന് അതിമാരകമായ വിപത്താണ്. നമ്മുടെ സഭ നേരത്തെ ചർച്ച ചെയ്താണ്, നേരത്തെ അത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ പരിശോധിച്ചാൽ അത് യഥാർത്ഥത്തിൽ മദ്യമോ മയക്കുമരുന്നോ മാത്രമല്ല കാരണം. അത് വളരെ ശ്രദ്ധയോടെ നമ്മൾ കാണേണ്ട കാര്യമാണ്. ചില സംഭവങ്ങളിൽ മദ്യമോ മയക്കുമരുന്നോ കാണുന്നില്ല. അതിൻ്റെ ആൾക്കാരുടെ, ഈ കൊലയാളികളുടെ രീതികൾ, കൊലയാളി എന്നല്ലേ ഇപ്പോൾ പറയും. പക്ഷേ കൊലയാളി ആകുന്നതിന് മുൻപ് വളരെ ഒതുങ്ങിയ സ്വഭാവക്കാരനായിരുന്ന ആൾ പിന്നെ കൊലയാളിയായി മാറുകയില്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ പറയുന്നില്ലേ? വളരെ വിചിത്രമായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകം കേസായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണ് അങ്ങനെ വന്നു ഭവിക്കുന്നത്? ഇപ്പം ഞാൻ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് പറയാൻ പറ്റുന്നല്ലത്, കാരണം അതൊരു മറ്റൊരു മനോഭാവം വരുന്നതെന്ന് തോന്നും. പക്ഷേ പ്രത്യേകം പഠിക്കണം നമ്മൾ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അപ്പോൾ ഇത്തരം സാമൂഹ്യ പ്രവണതകൾക്ക് സാമൂഹ്യ ശാസ്ത്രപരമായ ചികിത്സ ആവശ്യമാണ്. രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചികിത്സ ഫലപ്രദമാകൂ. ഈ തലമുറയിൽ ലോകത്തെവിടെയുമുള്ള സമൂഹങ്ങളെ ബാധിച്ച പൊതുവായ ചില രോഗങ്ങളും രോഗലക്ഷണങ്ങളുമുണ്ട്. ശാസ്ത്രീയമായ സമീപനത്തിലും അതിൻ്റെ ഭാഗമായുള്ള മറുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു ഘട്ടത്തെ മുറിച്ച് കടക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇന്ന് തുറന്ന വിപണിയുടെ എല്ലാവിധ സൗകര്യങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ വളരുന്നത്. കമ്പോളം നിശ്ചയിക്കുന്ന ഒരു മധ്യവർഗ ഉപഭോക്തൃ ജീവിതക്രമമാണ് പൊതുവിൽ പലരെയും നയിക്കുന്നത്. അണുകുടുംബങ്ങൾ, സാമൂഹ്യ ബന്ധമില്ലായ്മ, ഇതെല്ലാം നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ 4 ചുവരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട നിലയിൽ ജീവിച്ചു തീർക്കുന്നവരാണ് പലരും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ കുറ്റകരമായ സമീപനമാണ് നാം സ്വീകരിക്കുന്നത്. വേലികെട്ടി വളർത്തുന്ന ഒരു പ്രവണത ചില രക്ഷിതാക്കളെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലതല്ല, പലതാണെന്ന് പറഞ്ഞാലും തെറ്റുന്നതിലുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയൊരു മനോഭാവം വളർന്നു വരികയാണ്. അതോടൊപ്പം പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള കോച്ചിങ് വലിയ പണം മുടക്കി ചെറുപ്രായത്തിലേ തുടങ്ങുകയില്ലേ? അതിൻ്റെ ഭാഗമായി ആ ലക്ഷ്യത്തോടെയാണല്ലോ നഴ്സറി ക്ലാസ്സിലടക്കം കുട്ടിയെ ചേർക്കുന്നത്. കുട്ടിയുടെ കുട്ടിത്വം ഇല്ലാതായി പോവുകയാണെന്ന്, അതല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാനസികോല്ലാസത്തിനുള്ള സമയമോ സാഹചര്യമോ ഉണ്ടാകുന്നില്ല. വൈകുന്നേരങ്ങളിലെ കളിക്കളങ്ങൾ, സൗഹൃദ കൂട്ടായ്മകൾ നിഷേധിക്കപ്പെട്ട എത്ര കുട്ടികളാണ് നമ്മുടെ എല്ലാം കൺമുന്നിൽ തന്നെയുള്ളത്. നമ്മളെല്ലാം ഈ മണ്ണിൽ ജീവിക്കുന്നവരാണല്ലോ. എത്ര കുട്ടികളുണ്ട് അങ്ങനെ? ഓൺലൈൻ ഗെയിം, അതിൻ്റെ പിന്നിൽ വലിയ ഹൃദയശൂന്യതയല്ലേ? വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുന്നു. സാമൂഹ്യ ബന്ധങ്ങളുടെ ഊഷ്മളത തീർത്തും അന്യം നിന്നു പോകുന്നു. ഇതൊക്കെയാണ് നാം ആലോചിക്കേണ്ടത്. അരാഷ്ട്രീയത ഒരു പ്രശ്നം തന്നെയാണ്. അത് ഒരു ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ട ഒരു ഇനമാണ്. കാരണം വിദ്യാർത്ഥികൾ പലതരത്തിലാണല്ലോ, പല സ്ഥാപനങ്ങളിലാണല്ലോ പ്രവർത്തിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളും എയ്ഡഡ് സ്ഥാപനങ്ങളും മാത്രമല്ലല്ലോ, അതിന് പുറത്തുള്ള ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ. അവിടങ്ങളിലൊക്കെ വല്ലാത്തൊരു അരാഷ്ട്രീയത വളർന്നു വരുമ്പോൾ
കുട്ടികളിലുള്ള ജനാധിപത്യ സംസ്കാരം ചെറുപ്പത്തിലേ വേണ്ട ആ സംസ്കാരം ഇല്ലാതെ വരുന്നുണ്ട്. നമ്മുടെ സീനിയർ ജൂനിയർ തർക്കങ്ങൾ, വിഭാഗീയത, ഗാങ് സംഘർഷങ്ങൾ, മയക്കുമരുന്ന് കൈമാറ്റങ്ങൾ, പ്രാദേശിക വികാരത്തിലൂന്നിയ സംഘടനകൾ, ഇതൊക്കെ ഏറിയ കൂറും പൊക്കുന്നത് അരാഷ്ട്രീയ ക്യാമ്പസുകളിലാണ്. അതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഒരു പുതുതലമുറയെ രൂപപ്പെടുത്തുന്നതിനാണ് ഇത് ഇടയാക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ ബോധവും രാഷ്ട്രീയ സാക്ഷരതയുമുള്ള ക്യാമ്പസുകളാണ് നമുക്ക് ആവശ്യം. എങ്കിൽ മാത്രമേ അരാജക പ്രവണതകളെ തടയാനാവുകയുള്ളൂ. അപ്പോൾ അതിന് ക്യാമ്പസുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തന്നെ പോകണം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തമായ ക്യാമ്പസുകളിൽ അവർ തമ്മിലുള്ള തർക്കമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തരം അരാജക പ്രവണതകൾ താരതമ്യേന കുറവായിരിക്കും. വിദ്യാർത്ഥികൾ ജനാധിപത്യ ബോധം ഉൾക്കൊണ്ട് ശാസ്ത്രീയ കാഴ്ചപ്പാടോടെ വളരുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് നാം ഇവിടെ ചർച്ച ചെയ്തത്. എല്ലാവരും ഈ വികാരത്തിനെതിരെ ഒരേ വികാരമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ചില വ്യത്യസ്തതകളുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്നാലും അത് മാറ്റി നിർത്തിയാൽ ഒരേ വികാരമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്.